ഏവർക്കും +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വെക്റ്റർ ഓൾജിബ്ര എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ വെക്റ്ററുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്, പൊസിഷൻ വെക്റ്റർ ഓഫ് എ പോയിന്റ്, വെക്റ്റർ ജോയിനിങ് 2 പോയിന്റ്സ്, രണ്ട് വെക്റ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, ഒരു വെക്റ്ററിനെ ഒരു സ്കേലാർ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ രണ്ടാമത്തെ എപ്പിസോഡ് കാണുക. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നൽകിയിരുന്നു, ഓർമ്മയുണ്ടോ? റൈറ്റ് 2 ഡിഫറന്റ് വെക്റ്റേഴ്സ് ഹാവിംഗ് സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലുള്ള രണ്ട് ഡിഫറന്റ് വെക്റ്റേഴ്സ് എഴുതാമോ? എഴുതി കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കോളൂ, കിട്ടാത്തവർ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതൊരിക്കൽ കൂടെ ഡിസ്കസ് ചെയ്യാം. കൺസിഡർ ദ വെക്റ്റർ a equal to 2i plus j plus 3k. a എന്നൊരു വെക്റ്റർ, ഈ വെക്റ്ററിന്റെ സെയിം ഡയറക്ഷനിലുള്ള മറ്റൊരു വെക്റ്റർ. നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ വെക്ടറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 2 into വെക്ടർ എ, ഈച്ച് എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4i plus 2j plus എന്താണ് 6k എന്ന് കിട്ടും, അല്ലെ? ijk എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്ടർ. അത് മറന്നു പോയത്, ക്യാപ്പ് ഇടുക. സോ എ എന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും 2a എന്ന വെക്ടറും. എന്നാൽ രണ്ടും ഡിഫറന്റ് വെക്ടേഴ്സുമാണ്. ഈ രണ്ടിന്റെയും ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്, അല്ലെ? ഈ രണ്ട് വെക്ടറിന്റെ ഡയറക്ഷൻ സെയിം ആണ്. ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത് 3 എഴുതിയാൽ മറ്റൊരു വെക്ടർ കിട്ടും, 4 എഴുതിയാൽ മറ്റൊരു വെക്ടർ കിട്ടും, ഹാഫ് എ എഴുതിയാൽ മറ്റൊരു വെക്ടർ കിട്ടും ഇതേ ഡയറക്ഷനിലുള്ള, അല്ലെ? ഹാഫ് കൊണ്ട് ഓരോന്നിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? i പ്ലസ് j അല്ല 1/2j പ്ലസ് 3/2k. ഇതും എന്ത് തന്നെയാണ്? അതേ ഡയറക്ഷനിലുള്ള മറ്റൊരു വെക്ടർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി എക്സാമ്പിൾസ് എഴുതാം. എങ്കിൽ എന്റെ ഒരു ക്വസ്റ്റ്യൻ, യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ എന്തായിരിക്കും? എ എന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ, അല്ലെ? അതേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം വെക്ടർ തന്നെ ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും? പോസിറ്റീവ് മൾട്ടിപ്പിൾ വരും. അത് 2 ആകാം, 3 ആകാം, എന്തുമാകാം. പക്ഷേ ആ ഡയറക്ഷൻ മാത്രം സെയിം ആയ പോരാ. അതെന്താണ്? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആകണം. അപ്പോഴാണല്ലോ യൂണിറ്റ് വെക്ടർ കിട്ടുന്നത്. ഈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എ, അതങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ? മാഗ്നിറ്റ്യൂഡ് എ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ മൊത്തം വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മാഗ്നിറ്റ്യൂഡ് എ ബൈ മാഗ്നിറ്റ്യൂഡ് എ, ദാറ്റ് ഈസ് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്തായി? യൂണിറ്റ് വെക്ടർ ആയി. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. Unit vector in the direction of vector A is same vector divided by its magnitude. Vector A by magnitude of A. Unit vector in the direction of vector AB എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഫോർമുല? ആ വെക്ടർ that is എന്താണ്? vector AB divided by its magnitude of vector AB. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a plus b എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഫോർമുല? ആ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ വർഷം ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ആണെങ്കിൽ ഫോർമുല a ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a plus b ആണെങ്കിൽ ഫോർമുല a plus b ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഈക്വൽ ടു 2i plus j plus 3k. ഈ വെക്ടറിന്റെ സെയിം ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടെത്തുക. നിങ്ങൾക്കറിയാം ഫോർമുല. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഈക്വൽ ടു വെക്ടർ എ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. Unit vector of A is denoted by എന്താണ്? A cap. So formula A cap equal to vector A by its magnitude. ഇവിടെ നമുക്ക് വെക്ടർ എ അറിയാം. ഇനി എന്തറിഞ്ഞാൽ മതി? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. റൂട്ട് ഓഫ് എന്താണ് മാഗ്നിറ്റ്യൂഡ്? കാണുന്ന ഫോർമുല i യുടെ കൂടെ ഇരിക്കുന്ന ടേമിന്റെ സ്ക്വയർ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 പ്ലസ് j യുടെ കൂടെ ഇരിക്കുന്നത് 1j, അപ്പോൾ 1 ന്റെ സ്ക്വയർ 1 പ്ലസ് k യുടെ കൂടെ ഇരിക്കുന്ന 3 സ്ക്വയർ 9 ഈക്വൽ ടു എന്ത് കിട്ടി? √14 എന്ന് കിട്ടി.
ഇത് നേരെ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. വെക്ടർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, ആ 1 ബൈ മാഗ്നിറ്റ്യൂഡ് ആദ്യം എഴുതാം. 1 ബൈ √14 ഇൻറ്റു മേളിലിരിക്കുന്ന വെക്ടർ എ, അതുപോലെ എന്താണ് 2i പ്ലസ് ജെ പ്ലസ് 3k. i j k എന്ത് കൊടുക്കണം? ക്യാപ്പ് കൊടുക്കണം. വിച്ച് ഈസ് ദ യൂണിറ്റ് വെക്ടർ എലോങ് വെക്ടർ എ. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. Find unit vector in the direction of sum of the vectors vector A equal to 2i plus 2j minus 5k and vector B equal to 2i plus j plus 3k. ഈ രണ്ട് വെക്ടറിന്റെയും സം ആയിട്ട് കിട്ടുന്ന ഒരു വെക്ടർ ഉണ്ടല്ലോ, അതിന്റെ യൂണിറ്റ് വെക്ടർ, ആ സമ്മിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടെത്തണം. That means first of all we have to find sum of these vectors. Vector A plus vector B കാണുക. രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. i യുടെ ടേമും i യുടെ ടേമും ആഡ് ചെയ്യുക. 2i യും 2i യും ആഡ് ചെയ്താൽ 4i, 2j യും j യും ആഡ് ചെയ്താൽ 3j, minus 5k യും 3k യും ആഡ് ചെയ്താൽ minus 2k. Next we have to find magnitude of this vector, that is magnitude of a plus b, that is equal to square root of, നിങ്ങൾക്കറിയാം i യുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ 16, 4 ന്റെ സ്ക്വയർ പ്ലസ് 3 യുടെ സ്ക്വയർ 9 പ്ലസ് minus 2 ന്റെ സ്ക്വയർ 4, that is equal to root എന്ത് കിട്ടും? 29 എന്ന് കിട്ടും. We have to find unit vector in the direction of sum of these vectors. എന്ന് പറഞ്ഞാൽ unit vector in the direction of a plus b, that is എന്തായിരിക്കും? Equal to formula നിങ്ങൾക്കറിയാം, ആ വെക്ടർ a plus b divided by its magnitude, magnitude of a plus b. എല്ലാം നമുക്കറിയത്തില്ലേ? a plus b നമുക്കറിയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് a plus b അറിയാം. അപ്പൊ ആദ്യം മാഗ്നിറ്റ്യൂഡ് 1 ബൈ എന്തെഴുതുക? √29 ഇൻറ്റു നെക്സ്റ്റ് എന്താണ്? a plus b എന്ന വെക്ടർ എഴുതുക. ദാറ്റ് ഈസ് 4i പ്ലസ് 3j മൈനസ് 2k. i j k ക്യാപ്പ് കൊടുക്കുക. വിച്ച് ഈസ് ദ യൂണിറ്റ് വെക്ടർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഈച്ച് ടേമിനെ √29 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. അങ്ങനെ എഴുതുന്നതാണ് കാണാൻ ഭംഗി. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ തിരിച്ചിങ്ങനെ ചോദിക്കാം. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a മൈനസ് b വേർ a ഈക്വൽ ടു ദിസ് വൺ, b ഈക്വൽ ടു ദിസ് വൺ. എങ്കിൽ ആദ്യം എന്ത് കാണുക? a മൈനസ് b കാണുക. a യിൽ നിന്ന് b സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. ഫൈനലി യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a മൈനസ് b ഈസ് എന്തായിരിക്കും ഫോർമുല? a മൈനസ് b ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a മൈനസ് b. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വിടുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ pq where p and q are the points 1, 2, 3 and 4, 5, 6 respectively. Here we have to find unit vector in the direction of vector pq. Unit vector in the direction of vector pq എന്താണ് ഫോർമുല? വെക്ടർ pq divided by its magnitude. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണണം? വെക്ടർ pq കാണണം. നമുക്ക് p എന്ന പോയിന്റ് അറിയാം, q എന്ന പോയിന്റ് അറിയാം. ആദ്യം ആ p എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ which is എന്താണ്? വെക്ടർ op. ഒരു പോയിന്റ് തന്നാൽ അതിന്റെ പൊസിഷൻ വെക്ടർ കാണാൻ വേറെ ഒന്നും ചെയ്യണ്ട. x കോർഡിനേറ്റിന്റെ കൂടെ i കൊടുക്കുക, y കോർഡിനേറ്റിന്റെ കൂടെ j കൊടുക്കുക, z കോർഡിനേറ്റിന്റെ കൂടെ k കൊടുക്കുക. where i, j, k are the unit vectors along x axis, y axis and z axis എന്ന കഥ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് തന്നാൽ അതിന്റെ പൊസിഷൻ വെക്ടർ 1i, ജസ്റ്റ് i എന്ന് എഴുതിയാൽ മതി, പ്ലസ് നെക്സ്റ്റ് എന്താണ്? 2j, നെക്സ്റ്റ് പ്ലസ് 3k. ഓക്കെ, similarly, what is vector OQ? Position vector of the point Q, that is OQ, equal to 4i plus 5j plus 6k എന്ന് ഈസി ആയിട്ട് എഴുതാം. Next we have to find vector PQ. വീണ്ടും വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. എന്താണ് ഫോർമുല? വെക്ടർ PQ കാണുന്ന ഫോർമുല വെക്ടർ OQ മൈനസ് വെക്ടർ OP. അല്ലേ, OQ ൽ നിന്ന് OP സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, അതായത് പൊസിഷൻ വെക്ടർ ഓഫ് Q ൽ നിന്ന് പൊസിഷൻ വെക്ടർ ഓഫ് P സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വെക്ടർ PQ കിട്ടും. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യും. 4i മൈനസ് i, ദാറ്റ് ഈസ് 3i. 5j minus 2j, again 3j. 6k minus 3k, that is again 3k. നമുക്ക് എന്ത് കിട്ടി? വെക്ടർ PQ. Now its magnitude.
ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ പറഞ്ഞോ ഐയുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 9. വീണ്ടും ജെയുടെ കൂടെ ഇരിക്കുന്ന 3 അവന്റെ സ്ക്വയർ 9. അടുത്തും എന്ത് ചെയ്യാനാണ് 3 സ്ക്വയർ 9 ഈക്വൽ ടു റൂട്ട് എന്ത് കിട്ടി 27 എന്ന് കിട്ടി. നെക്സ്റ്റ് ഫോർമുല യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ PQ ഈസ് വെക്ടർ PQ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് 1 ബൈ എന്താണ് റൂട്ട് 27 എന്ന് എഴുതുക. ബ്രാക്കറ്റ് കൊടുത്തിട്ട് ന്യൂമറേറ്ററിൽ എന്താണ് വെക്ടർ PQ ദാറ്റ് ഈസ് 3i plus 3j plus 3k എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ന്യൂമറേറ്ററിൽ ഒരു 3 ഒക്കെ കോമൺ ആയിട്ട് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൻസർ ആയി കഴിഞ്ഞു. ക്വസ്റ്റ്യൻ അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മിസ്ലേനിയസ് എക്സസൈസിൽ ഒരു പ്രോബ്ലം ആണെങ്കിലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. എഴുതിക്കോളൂ. The two adjacent sides of a parallelogram are 2i minus 4j plus 5k and I minus 2j minus 3k. Find unit vector parallel to its diagonal. ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്സിലുള്ള വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം? യൂണിറ്റ് വെക്ടർ പാരലൽ ടു ഇറ്റ്സ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലിന്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടെത്തണം. അപ്പൊ നമുക്ക് അഡ്ജസന്റ് സൈഡ്സ് അറിയാം എങ്കിൽ ഈ ഡയഗണൽ എന്താണ്? പാരലലോഗ്രാം ലോ ഓഫ് അഡിഷൻ എന്താണ്? The sum of two adjacent sides of a triangle is equal to its diagonal. അതായത് ഈ ഡയഗണൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്? a plus b ആണ്. സോ ആദ്യത്തെ വെക്ടർ a എന്ന് കൊടുത്തു, രണ്ടാമത്തെ വെക്ടർ b എന്ന് കൊടുത്തു. ആദ്യം ഡയഗണൽ വെക്ടർ അല്ലെ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? ഡയഗണൽ വെക്ടർ എന്ന് പറഞ്ഞാൽ a plus b എന്ന് പറയാം. That is equal to എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുക. ഇത് നിങ്ങൾക്കറിയാം 2iയും iയും ആഡ് ചെയ്താൽ 3i മൈനസ് 4jയും മൈനസ് 2jയും ആഡ് ചെയ്താൽ മൈനസ് 6j പ്ലസ് 5kയും മൈനസ് 3kയും ആഡ് ചെയ്താൽ പ്ലസ് 2k which is a plus b. നെക്സ്റ്റ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് a plus b കാണണം. that is equal to root of 3 square 9 plus 6 square 36 plus next 2 square 4 equal to root 49 that is equal to എന്ത് കിട്ടി? 7. Next we have to find unit vector parallel to its diagonal. ഈ ഡയഗണൽ വെക്ടറിന് പാരലൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഡയഗണൽ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആ എന്താണ്? ആ സെയിം വെക്ടർ ഡയഗണൽ വെക്ടർ. ഇവിടെ ഡയഗണൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? a plus b divided by its magnitude. അതിന്റെ കഥ അല്ലേ? യൂണിറ്റ് വെക്ടർ പാരലൽ ടു ഇറ്റ്സ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഹിയർ യൂണിറ്റ് വെക്ടർ പാരലൽ ടു എന്താണ്? a plus b. a plus b ക്ക് പാരലൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാണുന്ന ഫോർമുല a plus b by its magnitude equal to ആ 1 by magnitude ആദ്യം എഴുതാം. that is 1 by 7. magnitude of a plus b 7 അല്ലേ? ബ്രാക്കറ്റ് കൊടുത്തിട്ട് മേളിൽ എന്ത് എഴുതണം? a plus b. a plus b നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തായിരുന്നു? 3i minus 6j plus 2k. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ ഭംഗിക്ക് വേണ്ടി 3/7i minus 6/7j plus 2/7k എന്ന് എഴുതാം. which is the unit vector parallel to its diagonal. Next question, another higher secondary question. Important question. Find a vector in the direction of 5i minus j plus 2k which has magnitude 8 units. എന്താണ്? ഈ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ നമുക്ക് കണ്ടെത്തണം. പക്ഷെ നമ്മൾ കണ്ടെത്തുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? 8. ഈ വെക്ടറിന്റെ അതേ ഡയറക്ഷനുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതെല്ലാം അതേ ഡയറക്ഷനുള്ള വെക്ടർ ആയിരിക്കും. 2 into this 1 ചെയ്താൽ അതേ ഡയറക്ഷനുള്ള വെക്ടർ, 1/2 into this 1 അതേ ഡയറക്ഷനുള്ള വെക്ടർ കിട്ടും. പക്ഷെ മാഗ്നിറ്റ്യൂഡ് 8 കിട്ടുമോ? ഇല്ല. അപ്പൊ മാഗ്നിറ്റ്യൂഡ് 8 കിട്ടണം. എന്താണ് ഐഡിയ? ആദ്യം ഈ തന്നിട്ടുള്ള വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കാണുക. ഈ തന്നിട്ടുള്ള വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായി? 1 ആയി. എങ്കിൽ നമുക്ക് കാണേണ്ട വെക്ടർ എന്താണ്? ആ കിട്ടിയ യൂണിറ്റ് വെക്ടറിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടും? 8 കിട്ടും. അതാണ് തിയറി. തിയറി മനസ്സിലായില്ല എങ്കിലും പ്രോബ്ലം നമുക്ക് ചെയ്യാം. നോക്കിക്കോളൂ. ലെറ്റ് a equal to given vector. ആ ഗിവൺ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടെത്തണം. യൂണിറ്റ് വെക്ടർ കാണാൻ എന്താണ് ഫോർമുല? a cap equal to വെക്ടർ a by its magnitude. നിങ്ങൾക്കറിയാം, ഒത്തിരി പ്രോബ്ലംസ് ആയി. മാഗ്നിറ്റ്യൂഡ് ഓഫ് a ഒന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചോ. റൂട്ട് ഓഫ് പറഞ്ഞോ ഐയുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ 5 സ്ക്വയർ 25, ജെയുടെ കൂടെ ഇരിക്കുന്ന -1 അവന്റെ സ്ക്വയർ 1, കെയുടെ കൂടെ ഇരിക്കുന്ന 2 സ്ക്വയർ 4 ഈക്വൽ ടു റൂട്ട് 30 എന്ന് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് a കിട്ടി.
Now a cap equal to 1 by root 30. 1 by root 30 into vector A. Vector A എന്താണ് 5i minus j plus 2k. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യൂണിറ്റ് വെക്ടർ കിട്ടി. A cap. അതായത് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1. നമുക്ക് കാണേണ്ട വെക്ടർ, റിക്വയർഡ് വെക്ടർ ഈക്വൽ ടു ഈ വെക്ടറിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കണം, പക്ഷെ മാഗ്നിറ്റ്യൂഡ് 8 ആയിരിക്കണം. അത് കാണാൻ 8 a cap കണ്ടാ പോരെ. ഈ യൂണിറ്റ് വെക്ടർ അതേ ഡയറക്ഷനുള്ള വെക്ടർ ആണ്, അതിനൊരു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെയിം സംഭവം കറക്റ്റ് ആയില്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 8 into a cap. a cap ഇതായിരിക്കുന്നു 1 by root 30. അപ്പൊ 8 by root 30 into 5i minus j plus എന്താണ് 2k, which is the required vector. അപ്പൊ എന്താണ് പ്രൊസീജിയർ? ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വന്നാൽ ഗിവൺ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടെത്തുക. അപ്പൊ മാഗ്നിറ്റ്യൂഡ് 1 കിട്ടി, അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ കാണണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ 8 ആണ്. അപ്പൊ ആ യൂണിറ്റ് വെക്ടറിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്പർ മാറ്റിയൊക്കെ ചോദിക്കാം. ഫൈൻഡ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, ഒരു വെക്ടർ തരും എന്താണ്, വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റ്സ്. എങ്കിൽ എന്ത് കണ്ടാൽ മതി? ആ ഗിവൺ വെക്ടറിന് a എന്ന് കൊടുക്കുക, എന്നിട്ട് a cap കാണുക, ഫൈനൽ റിക്വയർഡ് വെക്ടർ 5 into a cap. അത്രയേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തു. ഈ 5 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഷുവർ ആണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കോളൂ. 3 ഡയമെൻഷണൽ പ്ലെയിൻ ഞാൻ വരച്ചു, അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ദാറ്റ് ഈസ് px, y, z. Now ഈ വെക്ടർ P എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്തെന്നിരിക്കട്ടെ? വെക്ടർ OP എന്നിരിക്കട്ടെ. എങ്കിൽ ആ വെക്ടർ OP എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? പറഞ്ഞോളൂ. xi plus yj plus എന്താണ് zk, വേർ i, j, k are എന്താണ് യൂണിറ്റ് വെക്ടേഴ്സ്. നിങ്ങൾക്കറിയാം വെക്ടർ OP എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്ന്. Now ഈ OP എന്ന് പറയുന്ന വെക്ടർ x ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്തെന്നിരിക്കട്ടെ? ആൽഫ. y ആക്സിസുമായി ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഡയറക്ഷൻ ആണ്, y ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്തെന്നിരിക്കട്ടെ? ബീറ്റ. z ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്തെന്നിരിക്കട്ടെ? ഗാമ. ജസ്റ്റ് ഇങ്ങനെ കിട്ടാ മതി. ഗാമ ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, തീറ്റ, ഈറ്റ, സീറ്റ. നമ്മൾ ABCD പറയുന്ന പോലെ ഗ്രീക്കുകാർ പറയുന്നതാണ് ഗ്രീക്ക് ലെറ്റേഴ്സ്. അതിൽ 3 നൊട്ടേഷൻ ആണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, സോ എന്താണ് ഈ OP എന്ന് പറയുന്ന വെക്ടർ? x ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, y ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, z ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമ. അതായത് ഇതൊരു ഡയറക്ഷൻ ആണ് അല്ലേ? സോ ദീസ് ആംഗിൾസ് ആർ കോൾഡ് എന്താണ്? ഡയറക്ഷൻ ആംഗിൾസ്. ഇപ്പൊ എന്താണ് ഹിയർ ആൽഫ, ബീറ്റ, ഗാമ ആർ കോൾഡ് എന്താണ്? ഡയറക്ഷൻ ആംഗിൾസ്. ഈ ഡയറക്ഷൻ ആംഗിൾസിന്റെ കൊസൈൻ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്ഷൻ കൊസൈൻ. എങ്കിൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ആർ കോൾഡ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദിസ് വെക്ടർ. If alpha, beta, gamma are the direction angles along x-axis, y-axis and z-axis, then direction cosines of the given vector are cos alpha, cos beta and എന്താണ് cos gamma. ഇത് നമ്മൾ നൊട്ടേഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് L equal to cos alpha, M equal to cos beta, N equal to എന്ത് പറയും? cos gamma എന്ന് പറയും. Any 3 numbers which are proportional to direction cosine are called direction ratios. എന്താണ്? Any 3 numbers which are proportional to direction cosines. ഡയറക്ഷൻ കൊസൈനിന് ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്ഷൻ റേഷ്യോസ്. ഇതാണ് അതിന്റെ ഒരു തിയറി. നമുക്കിവിടെ ആവശ്യം ഒരു വെക്ടർ തന്നാൽ അതിന്റെ ഡയറക്ഷൻ കൊസൈനും ഡയറക്ഷൻ റേഷ്യോസും എങ്ങനെ എഴുതാം? അത് വളരെ സിമ്പിൾ ആണ്. Let vector OP equal to xi plus yj plus zk. Then its direction ratios are. ഈ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കേലാർ കമ്പോണന്റ്സ്. ഐയുടെ കോഎഫിഷ്യന്റ് x, ജെയുടെ കൂടെ ഇരിക്കുന്ന y, കെയുടെ കൂടെ ഇരിക്കുന്ന z. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ്. വളരെ സിമ്പിൾ അല്ലേ? ഒരു വെക്ടർ തന്നാൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ i, j, kയുടെ കോഎഫിഷ്യന്റ്സ് ആണ്. വേറെ പ്രശ്നമൊന്നുമില്ല. സംഗതി കഴിഞ്ഞു. നെക്സ്റ്റ് ഡയറക്ഷൻ കൊസൈൻസ് ആർ. ഈ വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻ, ഒന്നാമത്തെ ഡയറക്ഷൻ കൊസൈൻ L equal to ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x² plus y² plus z².
എങ്കിൽ രണ്ടാമത്തെ ഡയറക്ഷൻ കൊസൈൻ എന്തായിരിക്കും? ഈ വെക്ടറിന്റെ സെക്കൻഡ് ഡയറക്ഷൻ റേഷ്യോ y by again its magnitude root of x square plus y square plus z square. Finally n equal to third direction cosine, third direction ratio z by its magnitude root of x square plus y square plus z square. L M N കിട്ടി. ഇതിൽ നിന്ന് ഒരു റിസൾട്ട്, സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് എത്താൻ സാധിക്കും. ഇത് സ്ക്വയർ ചെയ്യുക, ഇതും സ്ക്വയർ ചെയ്യുക, ഇതും സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. എന്ത് കിട്ടും? L സ്ക്വയർ പ്ലസ് M സ്ക്വയർ പ്ലസ് N സ്ക്വയർ ഈക്വൽ ടു, സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് എക്സ് സ്ക്വയർ, ഇത് വൈ സ്ക്വയർ, ഇത് ഇസഡ് സ്ക്വയർ, മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അതും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. സിംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്തോളൂ. Which is the standard result. One word question ആയിട്ടൊക്കെ ചോദിക്കാം. L square plus M square plus N square equal to dash 0 1 minus 1 2 എന്ന് ചോദിച്ചാൽ ആൻസർ 1 എന്ന് എഴുതണം. സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു വെക്ടർ തന്നാൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോ എങ്ങനെ എഴുതാം? ഐ ജെ കെയുടെ കോഎഫിഷ്യന്റ്, അതായത് സ്കേലാർ കമ്പോണൻസ് ആണ് ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ വെക്ടർ. നെക്സ്റ്റ് സെക്കൻഡ് ഡയറക്ഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ വെക്ടർ. തേർഡ് ഡയറക്ഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ വെക്ടർ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. ഇനി ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് direction ratios and direction cosines of the vector I plus 2j plus 3k. ഡയറക്ഷൻ റേഷ്യോ എന്ന് ഫുൾ എഴുതുന്നതിന് പകരം സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അതുപോലെ ഡയറക്ഷൻ കൊസൈനും ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എഴുതിയെന്ന് മാത്രം. നമ്മുടെ ലക്ഷ്യം ഈ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും കാണുക. ഗിവൺ വെക്ടർ ഞാൻ ആദ്യം എന്ത് കൊടുത്തു? വെക്ടർ എ എന്ന് കൊടുത്തു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കണ്ടുപിടിക്കുന്നു. ഉപയോഗപ്പെടും, ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. റൂട്ട് ഓഫ് പറഞ്ഞോ 1i, അതിന്റെ ഐയുടെ കോഎഫിഷ്യന്റ് 1, 1ന്റെ സ്ക്വയർ 1, ജെയുടെ കോഎഫിഷ്യന്റ് 2, 2 സ്ക്വയർ 4 പ്ലസ് കെയുടെ കൂടെ ഇരിക്കുന്ന 3, 3 സ്ക്വയർ 9, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 14. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ വെക്ടർ കണ്ടെത്തി. നൗ ഡയറക്ഷൻ റേഷ്യോസ് ആർ എന്താണ്? നേരത്തെ പറഞ്ഞു, ഒരു വെക്ടർ തന്നാൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഐ ജെ കെയുടെ കോഎഫിഷ്യൻസ് കോമ ഇട്ട് എഴുതിയാൽ മതി. 1i എന്ന് പറഞ്ഞാൽ 1, അടുത്ത് 2, അടുത്ത് എന്താണ്? 3. കഴിഞ്ഞു. സോ ഹിയർ ഡയറക്ഷൻ റേഷ്യോസ് ആർ എന്താണ്? 1 2 3. Now direction cosines ആദ്യത്തേത് കാണാം. L equal to ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോ 1 divided by magnitude of the vector, that is root 14. നെക്സ്റ്റ് M ഈക്വൽ ടു രണ്ടാമത്തെ ഡയറക്ഷൻ കൊസൈൻ എന്താണ്? സെക്കൻഡ് ഡയറക്ഷൻ റേഷ്യോ 2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ വെക്ടർ. നെക്സ്റ്റ് N ഈക്വൽ ടു തേർഡ് ഡയറക്ഷൻ റേഷ്യോ എന്തായിരുന്നു? 3 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ വെക്ടർ. ദീസ് ആർ ദ ഡയറക്ഷൻ കൊസൈൻസ്. വേണമെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് ആർ എന്ന് പറഞ്ഞിട്ട് 1 ബൈ റൂട്ട് 14 കോമ 2 ബൈ റൂട്ട് 14 കോമ 3 ബൈ റൂട്ട് 14 എന്ന് എഴുതാം. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. Find direction ratios and direction cosines of the vector joining the points A 1, 2, -3 and B -1, -2, 1 directed from A to B. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു വെക്ടർ, അതാണ് വെക്ടർ എ ബി. ആ വെക്ടർ എ ബിയുടെ ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും കാണുക. വെക്ടർ എ ബിയുടെ ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും. അപ്പൊ ആദ്യം എന്ത് കാണണം? വെക്ടർ എ ബി കാണണം. വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഫോർമുല? വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ. പൊസിഷൻ വെക്ടർ ഓഫ് സെക്കൻഡ് പോയിന്റ് മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ഫസ്റ്റ് പോയിന്റ്. ഇനി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. ഈക്വൽ ടു ഒ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ അല്ലെ? എന്താണ് പറഞ്ഞോ? -1i, that is -i. നെക്സ്റ്റ് -2j, നെക്സ്റ്റ് +1k അല്ലെ? നമ്മൾ നേരത്തെ വിശദമായി പഠിച്ചതുകൊണ്ടാണ് ഒറ്റ സ്റ്റെപ്പ് എഴുതുന്നത്. മൈനസ് വെക്ടർ ഒ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഐ ജെ ക്ക് കൊടുത്തെഴുതിയാൽ മതി. 1i പ്ലസ് 2j, നെക്സ്റ്റ് -3k. ഇനി ഇവ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? വെക്ടർ എ ബി. തെറ്റിക്കരുത്, ഒരുപാട് മൈനസ് ഒക്കെ കിടക്കുന്നു. -i, that is -2i, -2j, അടുത്ത -2j, that is -4j. നെക്സ്റ്റ് പ്ലസ് k, -3k,
ഇത് പ്ലസ് കെ, ഈ മൈനസ് മൈനസ് പ്ലസ് 3k, പ്ലസ് കെയും പ്ലസ് 3kയും ആഡ് ചെയ്താൽ പ്ലസ് 4k എന്ന് കിട്ടും. ഈ കിട്ടിയത് എന്താണ്? വെക്റ്റർ എ ബി. ഉടൻ തന്നെ അവന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുക. റൂട്ട് ഓഫ് ഐയുടെ കൂടെ ഇരിക്കുന്നത് -2 അവന്റെ സ്ക്വയർ 4, ജെയുടെ കൂടെ ഇരിക്കുന്ന -4 അവന്റെ സ്ക്വയർ 16, കെയുടെ കൂടെ ഇരിക്കുന്ന 4 അവന്റെ സ്ക്വയർ 16 ഈക്വൽ ടു 32 + 4 റൂട്ട് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ വെക്റ്റർ എ ബി കണ്ടു, നെക്സ്റ്റ് മാഗ്നിറ്റ്യൂഡ് കണ്ടു. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് വെക്റ്റർ എ ബി ആർ ഏതൊക്കെയാണ്? വെക്റ്റർ എ ബിയുടെ കോഎഫിഷ്യന്റ് സ്കേലാർ കമ്പോണന്റ്സ് ദാറ്റ് ഈസ് -2, -4 ആൻഡ് ഫൈനലി +4. ഐ ജെ കെയുടെ കോഎഫിഷ്യന്റ്സ് എഴുതിയാൽ കിട്ടിക്കഴിഞ്ഞു ഡയറക്ഷൻ റേഷ്യോസ്. ശരിയല്ലേ? നെക്സ്റ്റ് ഡയറക്ഷൻ കൊസൈൻസ്. ആദ്യത്തത് L ഈക്വൽ ടു ഫസ്റ്റ് ഡയറക്ഷൻ റേഷ്യോ -2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ വെക്റ്റർ ദാറ്റ് ഈസ് 6, m ഈക്വൽ ടു second one -4 divided by magnitude of the vector that is 6. Finally n equal to 4 by third direction ratio by magnitude 6 എന്ന് കിട്ടും. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തോളൂ. ഇത് -1/3 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും പറഞ്ഞോളൂ? ഈക്വൽ ടു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2/3 എന്ന് കിട്ടും. ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 2/3. സോ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് വെക്റ്റർ എ ബി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? -1/3, -2/3 ആൻഡ് ഫൈനലി എന്താണ്? 2/3. ഇമ്പോർട്ടന്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 2i -3j + 4k ആൻഡ് -4i + 6j -8k ആർ കൊളീനിയർ. ഈ രണ്ട് വെക്ടറും കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ രണ്ട് വെക്ടറും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അല്ലെ? ഈ വെക്ടറും പാരലൽ ആണോ? ആണ്. കാരണം ഇതിനകത്ത് നിന്ന് ഒരു -2 കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? ആ വെക്ടർ കിട്ടും. ഒരു -2 എടുത്ത് നോക്കിയൊക്കെ എന്ത് കിട്ടും? +2i -3j +4k എന്ന് കിട്ടും. അതായത് -2 ഇൻറ്റു ഈ വെക്ടർ ആണ് ഈ വെക്ടർ. അതുകൊണ്ട് എന്താണ്? അത് പാരലൽ ആണ്. അതെന്താണ്? കൊളീനിയറുമാണെന്ന് പറയാം. പക്ഷേ നമ്മളിപ്പോ പഠിച്ച ഡയറക്ഷൻ റേഷ്യോയുമായി കണക്ട് ചെയ്ത് ഈ കൊളീനിയാരിറ്റി പ്രൂവ് ചെയ്യാം. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കിക്കോളൂ, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ഫസ്റ്റ് വെക്ടർ. ആദ്യത്തെ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്താണ് പറഞ്ഞോ? 2, -3 ആൻഡ് +4. നെക്സ്റ്റ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് സെക്കൻഡ് വെക്ടർ. ഐ ജെ കെയുടെ കോഎഫിഷ്യന്റ് നിങ്ങൾക്കറിയാം, -4, 6 ആൻഡ് -8. ഈ ഡയറക്ഷൻ റേഷ്യോസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ ബന്ധം. ഇവിടെ ഈ ഡയറക്ഷൻ റേഷ്യോസിനെ മൊത്തത്തിൽ ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. -2 കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? -4 കിട്ടി. -2 ഇൻറ്റു -3 +6 കിട്ടി. ഇവിടെ -2 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ -8 കിട്ടി. അതായത് ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്? ഡയറക്ഷൻ റേഷ്യോസ് ആർ എന്താണ്? പ്രൊപ്പോർഷണൽ. Direction ratios are proportional. Therefore, given vectors are എന്താണ്? Collinear. Given vectors are എന്താണ്? Collinear. അപ്പൊ രണ്ട് വെക്ടർ കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അവയുടെ ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഒത്തിരി സ്ഥലത്ത് നമ്മൾ ഇനി യൂസ് ചെയ്യും. എന്താണ്? രണ്ട് വെക്ടർ കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോ പ്രൊപ്പോർഷൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ സംഗതി കഴിഞ്ഞു. ഒത്തിരി മെത്തേഡ് ഉണ്ട് രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അതിൽ മോസ്റ്റ് ഈസിയസ്റ്റ് മെത്തേഡാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. നെക്സ്റ്റ് ഒരു പുതിയ സംഗതി എന്ന് പറയുമെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ്, +1 പഠിച്ചത് തന്നെയാണ്. സെക്ഷൻ ഫോർമുല. എന്താണ് സെക്ഷൻ ഫോർമുല? ഓർമ്മയുണ്ടോ? ഒരു ലൈൻ സെഗ്മെന്റ് എടുക്കുക. ഇങ്ങേയറ്റത്തെ പോയിന്റ് x1 y1, അങ്ങേയറ്റത്തെ പോയിന്റ് x2 y2. ഈ ലൈൻ സെഗ്മെന്റിനെ ഞാൻ m:n എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ, കട്ട് ചെയ്താൽ, ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് അത് ഇന്റേണലി ആണെങ്കിൽ ആ പോയിന്റ് കാണുന്ന ഫോർമുല ഓർമ്മയുണ്ടോ? mx2 + nx1 / m+n, my2 + ny1 / m+n. അത് 2 ഡയമെൻഷൻ ആണെങ്കിൽ അങ്ങനെ വരും. 3 ഡയമെൻഷൻ ആണെങ്കിൽ ഒരു കോർഡിനേറ്റ് കൂടെ mz2 + nz1 / m+n എന്ന് എവിടെ പഠിച്ചു? 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിലും സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലും കഴിഞ്ഞ വർഷം പഠിച്ചു. സെക്ഷൻ ഫോർമുല അല്ലെ? ലൈൻ സെഗ്മെന്റ് വരുന്നു, അതിനെ m:n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്താൽ ആ കട്ട് ചെയ്യുന്ന പോയിന്റ് എങ്ങനെ കണ്ടെത്താം? ആ സെയിം സംഗതി ഞാനിവിടെ വെക്ടറിൽ അവതരിപ്പിക്കുകയാണ് അല്ലെ? കൺസിഡർ വെക്ടർ എന്താണ്? എ ബി. ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, ഇത് ഒറിജിനുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? വെക്ടർ ഒ എ. അത് എന്തെന്നിരിക്കട്ടെ?
വെക്ടർ എ എന്നിരിക്കട്ടെ. അതുപോലെ ഒയുമായി കണക്ട് ചെയ്ത് വെക്ടർ ബി ഒ ബി എഴുതി. ആ വെക്ടർ എന്നതിരിക്കട്ടെ ഡി എന്നിരിക്കട്ടെ. നൗ ഈ വെക്ടർ എന്താണ്? വെക്ടർ എ ബിയെ ഞാൻ m:n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ ഡിവൈഡ് ചെയ്യുമല്ലോ. ആ പോയിന്റ് ഇതാണെന്ന് ഇരുന്നോട്ടെ, അത് ക്യാപിറ്റൽ ആർ. അതിന്റെ പൊസിഷൻ വെക്ടർ അല്ലെ, അത് എന്തെന്നിരിക്കട്ടെ? വെക്ടർ ആർ എന്നിരിക്കട്ടെ. എങ്കിൽ വെക്ടർ ഒ ആർ, അതായത് വെക്ടർ ആർ കാണുന്ന ഫോർമുല എ ബി എന്ന് പറയുന്ന ആ വെക്ടറിനെ ഞാൻ m:n എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ് എന്താണ്? ആർ. ആ ആർ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ എന്താണ്? വെക്ടർ ആർ. അത് കാണുന്ന ഫോർമുല m into വെക്ടർ ബി പ്ലസ് n into വെക്ടർ എ ഡിവൈഡഡ് ബൈ എന്താണ്? m plus n. കഴിഞ്ഞ വർഷം പഠിച്ച ആ സെയിം ഫോർമാറ്റിൽ തന്നെയാണ്. mx2 plus nx1 ആ സംഗതി തന്നെയാണ്. mb plus na by m plus n. m into position vector of this vector plus n into position vector of this vector by m plus n. ഇത് ഇന്റേണൽ ഡിവിഷൻ ആണെങ്കിൽ ഇതാണ് ഫോർമുല. ഇനി ഡിവിഷൻ എക്സ്റ്റേണൽ ആണെങ്കിൽ, ഈ ആർ എക്സ്റ്റേണൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫോർമുല എങ്ങനെ മാറും? വെക്ടർ ആർ ഈക്വൽ ടു അങ്ങനെ തന്നെ കൊടുക്കുന്നു. ഫോർമുല എന്ത് കിട്ടും? എം ബി മൈനസ് എൻ എ ബൈ എന്തായിരിക്കും? എം മൈനസ് എൻ. കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. കൺസിഡർ ദ വെക്ടർ എ ബി. Then what is the midpoint of this vector? നിങ്ങൾക്കറിയാം വെക്ടർ ഒ എ എന്ന് കൊടുക്കുന്നു, വെക്ടർ ഒ ബി ബി എന്ന് കൊടുക്കുന്നു. എങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് ഈ ആർ എന്നിരിക്കട്ടെ. എങ്കിൽ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ വെക്ടർ ഒ ആർ എന്തായിരിക്കും? അതായത് ഈ കേസ് തന്നെയാണ്. എമ്മും എന്നും എന്താണ്? ഈക്വൽ ആകും. അപ്പോൾ എന്നിന് എം കൊടുത്താൽ എന്ത് കിട്ടൂടെ? ഇവിടെ എം ബി പ്ലസ് എം എ ബൈ എന്താണ്? എം പ്ലസ് എം. ഡിനോമിനേറ്ററിൽ 2m, വേണ്ടത് m ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്ത് കിട്ടും? a plus b by എന്ത് കിട്ടും? 2. So midpoint of vector AB equal to a plus b by 2, where a എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് a, b എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് b. അതറിയാലോ. So midpoint of vector AB കാണുന്ന ഫോർമുല a plus b by 2, where a is the position vector of the point a and b is the position vector of the point b. അത്രയും പറഞ്ഞാൽ സംഗതി കഴിഞ്ഞു. Question. Find position vector of the midpoint of the vector joining the points p 2, 3, 4 and q 4, 1, -2. ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്യുന്ന വെക്ടർ ദാറ്റ് ഈസ് വെക്ടർ പി ക്യൂ. അതിന്റെ മിഡ് പോയിന്റിലുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്താണ്? മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ വെക്ടർ പി ക്യൂ അല്ലേ കാണേണ്ടത്. അത് കാണുന്ന ഫോർമുല എന്താണ്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബൈ എന്താണ്? 2. വേർ എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് പി, ദാറ്റ് ഈസ് വെക്ടർ ഒ പി. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം, പറഞ്ഞോ? 2i plus 3j plus 4k. Then what is vector b? മിഡ് പോയിന്റ് ഓഫ് വെക്ടർ പി ക്യൂ ആണ്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് വെക്ടർ ഒ ക്യൂ equal to q എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, that is 4i plus j minus 2k. I j k ക്യാപ്പ് കൊടുക്കുക. Now midpoint of vector pq equal to formula a plus b by 2 equal to ഈ വെക്ടറും ആഡ് ചെയ്യുക. എന്ത് കിട്ടും? 2i യും 4i യും ആഡ് ചെയ്താൽ 6i, 3j യും j യും ആഡ് ചെയ്താൽ 4j. നെക്സ്റ്റ് ഇതും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? പ്ലസ് 2k ബൈ എന്ത് ഉണ്ട്? 2 ഉണ്ട്. ഇനി മേളിൽ എന്താണ്? ഈച്ച് ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6i by 2 that is 3i plus 4j by 2 that is 2j plus 2k by 2 that is k, which is the midpoint of vector pq. അതായത് pq എന്ന് പറയുന്ന ആ വെക്ടറിന്റെ മിഡ് പോയിന്റിലുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. Question. Find position vector of a point R which divides the line joining two points P and Q whose position vector are I plus 2j minus k and minus I plus j plus k internally in the ratio 2:1. ഇപ്പൊ പി ക്യൂ എന്നൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അതിൽ പി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് ഇത്. അതിനെ ഞാൻ വെക്ടർ എ എന്ന് കൊടുക്കുന്നു. ക്യൂ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് ഈ തന്നിട്ടുള്ളത്. അതെന്ത് കൊടുക്കുന്നു? വെക്ടർ ബി. അല്ലെ? ഈ ലൈൻ സെഗ്മെന്റിനെ ഞാൻ 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇന്റേണലി ഡിവൈഡ് ചെയ്യുന്നു. എങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? ആർ എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ വെക്ടർ കാണണം.
ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആർ എന്നിരിക്കട്ടെ. വെക്ടർ ആർ അത് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, എം ബി പ്ലസ് എൻ എ ബൈ എം പ്ലസ് എൻ, വേർ എം എന്ന് പറഞ്ഞാൽ ആ റേഷ്യോയിലെ ആദ്യത്തെ നമ്പർ 2, എൻ എന്ന് പറഞ്ഞാൽ എന്താണ് 1. എല്ലാ ഡാറ്റയും അറിയാം. then പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എന്താണ്, എം ബി പ്ലസ് എൻ എ ബൈ എം പ്ലസ് എൻ. എം ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ദിസ് വെക്ടർ, 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ, മൈനസ് 2i പ്ലസ് 2j പ്ലസ് 2k. ശരിയല്ലേ? അത് എഴുതി. പ്ലസ് അടുത്തെന്താണ്, n ഇൻറ്റു വെക്ടർ എ, എന്നത് 1 ഇൻറ്റു വെക്ടർ എ, ഈ വെക്ടർ അതുപോലെ എഴുതുക, പ്ലസ് 2j മൈനസ് എന്താണ് k, divided by m plus n, 2 plus 1 3, which is equal to i യും ആഡ് ചെയ്യുക, മൈനസ് 2i യും i യും ആഡ് ചെയ്താൽ മൈനസ് i, അടുത്ത് 2j യും 2j യും ആഡ് ചെയ്താൽ പ്ലസ് 4j, 2k യും മൈനസ് k യും ആഡ് ചെയ്താൽ എന്ത് കിട്ടും, പ്ലസ് k ബൈ എന്താണ് 3. വേണമെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാം, മൈനസ് 1/3i പ്ലസ് 4/3j പ്ലസ് 1/3k, which is the റിക്വയർഡ് വെക്ടർ. അല്ലെ, ആർ എന്ന് പറയുന്ന കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്നാണ് മൈനസ് 1/3i പ്ലസ് 4/3j പ്ലസ് 1/3k. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വലിയ പ്രാധാന്യമില്ല, എങ്കിലും പഠിച്ചുകൊണ്ട് പോവുക. കാരണം ഈ വർഷം ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ, അതിൽ ഉള്ള ഒരു പോർഷനാണിത്. സോ സ്വാഭാവികമായിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഈ വർഷം ഉണ്ട്. ഇതേ ക്വസ്റ്റ്യൻ ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:1 എന്നാണ് ഇവിടെ ചോദിച്ചത്. എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ 2:1 എന്ന് ചോദിച്ചാൽ ഇതുപോലെ പ്രൊസീഡ് ചെയ്യുക. ഫോർമുല എന്താണ്, എം ബി മൈനസ് എൻ എ ബൈ എന്ത് കൊടുക്കണം, എം മൈനസ് എൻ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ്റ്റേണൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ട്രൈറ്റ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ 2 വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടെത്താം എന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.